നമസ്കാരം. താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. അതുപോലെയാണ് നമ്മുടെ പിണറായി വിജയൻ്റെ കാര്യം. പിണറായി വിജയൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. അദ്ദേഹം ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ മൂർത്തിമത് ഭാവമാണ്. ഒരാളോട് പോലും ഖേദം പ്രകടിപ്പിച്ച ഒരു സംഭവവും എൻ്റെ ഓർമ്മയിൽ ഇന്നേ വരെയില്ല. പക്ഷേ ആദ്യമായി പിണറായി വിജയൻ ഒരാളോട് മാപ്പ് പറഞ്ഞു. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയോട് അദ്ദേഹം മാപ്പ് പറഞ്ഞു. വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ മമ്മൂട്ടി എത്തിയതും അദ്ദേഹത്തിനെ പിന്തുടർന്ന് പോയ ജില്ലാ CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് അദ്ദേഹം മാറി നിൽക്കാൻ പറയുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത്? ജനങ്ങൾ കരുതില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നതെന്ന് എന്ന് മാത്രമാണ് മമ്മൂട്ടി ചോദിച്ചത്. തീർച്ചയായും അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ നമ്മൾ ജനങ്ങളെല്ലാം കരുതുമായിരുന്നത് CPM ഒരു പ്രതിനിധിയായിട്ടാണ്. അവരുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മോഹൻലാലിനെ കൊണ്ട് പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്യിച്ചതുപോലെയുള്ള ഒരു തന്ത്രം മാത്രമാണ്, PR വർക്ക് മാത്രമാണ് മമ്മൂട്ടിയുടെ ഈ ടൗൺഷിപ്പ് സന്ദർശനമെന്ന് സ്വാഭാവികമായും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ജനങ്ങളും കരുതുമായിരുന്നു. ഇത് മമ്മൂട്ടിക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ നടക്കുന്നത്? ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ ഞാൻ നിങ്ങളുടെ ആളായാണ് ഇവിടെ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. അതിലെന്താണ് തെറ്റ്? പക്ഷേ അതിനുശേഷം നടന്ന ചില സംഭവങ്ങളാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത്. അതായത് വളരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ് മമ്മൂട്ടിക്കെതിരെ നടന്നത്. ഇവിടെ ഒരു കാനഡയിൽ നിന്ന് ഒരു പെണ്ണുപിള്ള ഇതേ കണക്ക് ഓരോ കാര്യങ്ങൾ, കാരണം ഇടതുപക്ഷക്കാരിയാണെന്നാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇവിടെ അവരൊക്കെ വളരെ മോശമായിട്ടാണ് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ മമ്മൂട്ടിയെ എപ്പോഴും പിന്തുണച്ചിരുന്ന CPM സൈബർ സഖാക്കൾ പോലും അദ്ദേഹത്തെ വളരെ നികൃഷ്ടമായ രീതിയിൽ ആക്രമിക്കുന്നതൊക്കെ കണ്ടു. ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത പല കഥകളും മെനഞ്ഞു വിടുന്നത് കണ്ടു. അപ്പോൾ ഇവിടെ പെട്ടുപോയത് CPM-ഉം പിണറായി വിജയനും ഒക്കെയാണ്. കാരണം മമ്മൂട്ടി CPM സഹയാത്രികനാണ്. അതുപോലെ പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ളയാളാണ്. കൈരളി TV ചെയർമാനാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്ക് അദ്ദേഹം അർഹനാണ്. അതുപോലെ ഈ CPM-ഉമായി വളരെ ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പിണക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പിണറായി വിജയന് മനസ്സിലായത്. കാരണം മമ്മൂട്ടി അദ്ദേഹം ആരോടും എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനാണെന്നാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പറയുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കില്ല. അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ഈ പറയുന്നു, അപ്പോൾ തന്നെ അങ്ങ് മറക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷേ മോഹൻലാൽ അങ്ങനെ ആയിരുന്നില്ല. മോഹൻലാൽ ഈ പറയുന്നത് പോലെ എന്തിൻ്റെ പേരിലാണെങ്കിലും, ചിലപ്പോൾ പണത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലായിരിക്കാം, ഒരിക്കലും കേരളത്തിലെ പൊതുജനങ്ങളോട് കാണിക്കാൻ പാടില്ലാത്ത, പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കാൻ പാടില്ലാത്ത ഒരു ക്രൂരതയാണ് പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിലൂടെ ഈ മോഹൻലാൽ കാണിച്ചത്. അപ്പോഴാണ് ഈ മമ്മൂട്ടിയുമായിട്ടുള്ള ഈ വിഷയം വരുന്നത്. അതോടുകൂടി ഇപ്പോൾ 2-3 ദിവസങ്ങളായി മമ്മൂട്ടി അതിനെതിരെ പ്രതികരിച്ചില്ല. അതിനുശേഷം ഈ സൈബർ ആക്രമണം രൂക്ഷമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ അതൊന്നും കണക്കാക്കിയിട്ടുണ്ടാകില്ല. അദ്ദേഹം വീഡിയോ കോളിൽ റഫീഖിനോട് വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതൊക്കെ സംഭവിച്ചപ്പോഴാണ് പിണറായി വിജയൻ ഇന്നലെ മമ്മൂട്ടിയോട് മാപ്പ് പറയുന്നത്. അത് എല്ലാവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം എല്ലാവരെയും പുച്ഛത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയും ഒക്കെ കാണുന്ന പിണറായി വിജയൻ എങ്ങനെയാണ് മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞത്? ഇത് പിണറായി വിജയൻ തന്നെയാണോ എന്നുള്ള സംശയം പോലും പലർക്കും ഉണ്ടായി. പരസ്യമായിട്ടാണ് പിണറായി വിജയൻ ക്ഷമ ചോദിച്ചത്. മഹാനടൻ മമ്മൂട്ടിയുടെ മനസ്സിൽ വിഷമമോ പ്രയാസമോ ഉണ്ടായെങ്കിൽ, സൈബർ ആക്രമണത്തിൽ CPM-ന് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലെ ബഹുനില മന്ദിരത്തിൻ്റെ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് പരസ്യമായിട്ടുള്ള ഒരു മാപ്പ് പറയലായിരുന്നു അത്. പിണറായി വിജയൻ അപ്പോൾ ഭയമില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഭയമുണ്ട്. കാരണം മമ്മൂട്ടി എന്ന് പറയുമ്പോൾ പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം ഈ ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് മമ്മൂട്ടിയെ ഈ സൈബർ സഖാക്കൾ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ള കാര്യം പിണറായി വിജയൻ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം എന്തായിരുന്നാലും ആദ്യമായി ഈ മമ്മൂട്ടിയോട് നന്ദി പറഞ്ഞത്. എന്തായാലും ഈ പിണറായി വിജയന് ആരെങ്കിലും ഭയമുണ്ടല്ലോ, അതൊരു ഭയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ പിണറായി വിജയന് വേണമെങ്കിൽ ഇത് കണ്ടില്ല എന്ന് നടിക്കാം. അദ്ദേഹത്തിൻ്റെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പറഞ്ഞത്, ഇതിനെ ന്യായീകരിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിനും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല, എങ്കിലും പാർട്ടിക്കാരെ പിണക്കാനും കഴിയില്ല. അതുകൊണ്ട് പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ റഫീഖ് അവിടെ ദുരന്തം നടക്കുന്ന സമയം മുതൽ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ചെല്ലാനുള്ള അർഹതയുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും കൊണ്ട് വിവാദം തണുത്തില്ല. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ മഹാനടനായ മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞതിൽ
വളരെയധികം സന്തോഷമുണ്ട്. അതായത് കേരളം എൻ്റെ കുടുംബസ്വത്തും കേരളത്തിലെ ജനങ്ങൾ എൻ്റെ അടിയാളന്മാരുമാണ് എന്ന് ചിന്തിക്കുന്ന പിണറായി വിജയന് കിട്ടിയ ഒരു മുഖത്ത് ഏറ്റ ഒരു അടി തന്നെയാണ് ഈ മമ്മൂട്ടിയോടുള്ള ക്ഷമ പറച്ചിൽ എന്ന് ആണ് എനിക്ക് തോന്നുന്നത്.